സഹോദരങ്ങളെ, കുളിയുടെ മസലകൾ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നഗ്നനായി കുളിക്കാൻ പാടുണ്ടോ? നഗ്നനായി കുളിക്കാൻ പാടുണ്ടോ? ഇസ്ലാമികമായി ഒരാൾ തന്റെ നഗ്നത ഒരാൾ കാണുന്നിടത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഹറാമാണ്, സംശയമില്ല. തന്റെ നഗ്നത ഒരാൾക്ക് കാണാൻ പൊടിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ നഗ്നത വെളിപ്പെടുത്താനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീർ, അല്ലാഹു ലജ്ജയുള്ളവനാണ്, അവൻ മറവ് സ്വീകരിക്കുന്നവനാണ്. യുഹിബ്ബുൽ ഹയാ, അവൻ ലജ്ജ അവന് ഇഷ്ടമാണ്. വത്തസത്തുറ, മറ സ്വീകരിക്കലും. അതുകൊണ്ട് ഫൈദഗതസല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ കുളിക്കുകയാണെങ്കിൽ ഫൽയസ്തതിർ ബിശൈഇൻ, വല്ലതും കൊണ്ട് അവൻ മറ സ്വീകരിക്കട്ടെ. ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ കുളിക്കാൻ പാടില്ല. പരസ്യമായിട്ട് ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ അവന്റെ ഔറത്ത് വെളിവാക്കുന്ന നിലക്ക് അവൻ അങ്ങനെ കുളിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ ഒരാളൊരു മറയിലാണ് കുളിക്കുന്നത്, ആ അവസരത്തിൽ അദ്ദേഹം ഒരു പ്രത്യേകമായി മുണ്ടെടുത്ത് കുളിക്കൽ നിർബന്ധമുണ്ടോ? അഥവാ അയാൾക്ക് പരിപൂർണമായി നഗ്നനായി, അയാളുടെ നമ്മളിപ്പോൾ ഇന്ന് സ്വാഭാവികം ഇന്ന് അങ്ങനെയാണല്ലോ, ഇന്ന് ഓരോരുത്തരും ഓരോരോ ടോയ്ലറ്റുകൾ ബാത്റൂമുകളിലാണ് കുളിക്കുന്നത്. അപ്പൊ അയാൾ ഉടുമുണ്ടോ വല്ലതും ഉടുക്കൽ അയാൾക്ക് നിർബന്ധമുണ്ടോ? എന്താണ് അതിന്റെ മസ്അല? അയാൾക്ക് നഗ്നനായി കുളിക്കുന്നത് തെറ്റാണോ? ആ വിഷയത്തിൽ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായത്തിന് അദ്ദേഹം നൽകിയ തലക്കെട്ട് തന്നെ എന്താണ്? ബാബു മൻ ഇഗ്തസല ഉരിയാനൻ വഹ്ദഹു ഫിൽ ഖൽവ വമൻ തസത്തറ ഫസ്സിത്റു അഫ്ളൽ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയുന്നു. എന്താണ് ആ ഹെഡിങ്ങിന്റെ അർത്ഥം? മൻ ഇഗ്തസല, കുളിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഉരിയാനൻ, നഗ്നനായിട്ട്, ഒന്നുമില്ല. വഹ്ദഹു, അയാൾ ഒറ്റക്കാണ്. ഫിൽ ഖൽവ, ആരുമില്ല. ഖൽവത്തിൽ ഒറ്റയ്ക്ക് അദ്ദേഹം ഒരാൾ നഗ്നനായി കുളിക്കുകയാണെങ്കിൽ അതിന് വിരോധമൊന്നുമില്ലാണ്, അത് തെറ്റോ കുറ്റമോ അല്ല. എന്നാൽ ഒരാള് ഒരു മുണ്ട് മറ സ്വീകരിക്കുന്നുവെങ്കിൽ, ഉടുക്കുന്നുവെങ്കിൽ അങ്ങനെ സ്വീകരിക്കലാണ് അയാൾക്ക് ഏറ്റവും ഉത്തമം. തെറ്റൊന്നുമില്ല. ഒരാൾ നഗ്നനായി കുളിച്ചാൽ ഒരു ഉത്തമത്തിനെതിരെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അയാളുടെ മേൽ എന്തില്ല? തെറ്റോ കുറ്റമോ ഒന്നും ഇല്ല. ഉത്തമമാണ് എന്നുള്ളതിനുള്ള തെളിവെന്താ? മുആവിയത്ത് ബിൻ ഹൈദ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ ഒരിക്കൽ ചോദിച്ചു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഔറാത്തുന, ഞങ്ങളുടെ ഔറത്തുകൾ, നഗ്നഭാഗങ്ങൾ, മാ നഅതി മിൻഹാ വമാ നദർ, എന്തൊക്കെ ഞങ്ങൾ സൂക്ഷിക്കണം, എന്തൊക്കെ ഞങ്ങൾ ഒഴിവാക്കണം, ഏതിലൊക്കെ ഞങ്ങൾ അതിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഹ്ഫദ് ഔറതക്, നിന്റെ നഗ്നതയെ നീ സൂക്ഷിക്കണം, ഇല്ലാ മിൻ സൗജിക ഔ മാ മലക്കത് യമീനുക, നിന്റെ ഇണയിൽ നിന്ന് ഒഴികെ എല്ലാവരിൽ നിന്നും നിന്റെ നഗ്നത നീ മറക്കണം. ഇണയുടെ മുമ്പിൽ നിനക്കത് പ്രശ്നമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ സഹാബിയുടെ ചോദ്യം വീണ്ടും, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഹദുനാ ഇദാ കാന ഖാലിയൻ, ഒറ്റക്കാണെങ്കിലോ, വേറെ ആരുമില്ല, ഒറ്റക്കൊരിടത്താണെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പറഞ്ഞു, അല്ലാഹു അഹഖു അൻ നസ്തഹി മിൻഹു മിനൻ നാസ്, അള്ളാന്റെ കാര്യത്തിൽ നീ ലജ്ജിക്കലാണ് നല്ലത്, ഒറ്റക്കാണെങ്കിലും ഔറത്ത് മറക്കൽ തന്നെയാണ് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇതൊക്കെ വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഖാലൽ ഉലമാ, ഇവയെ സംബന്ധിച്ചൊക്കെ പഠനം നടത്തി ചർച്ച ചെയ്ത ഉലമാ, പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, വത്തസത്തുറു ബിമിഅ്സരിൻ വനഹവിഹി ഫി ഹാലിൽ ഇഗ്തിസാലി ഫിൽ ഖൽവതി അഫ്ളലു മിന തകശ്ശുഫ്, പൂർണ്ണ നഗ്നനായി നീ കുളിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഉത്തമം എന്ന് തന്നെയാണ് ഒരാരയുടുപ്പൊക്കെ ചുറ്റിയിട്ട് അങ്ങനെ കുളിക്കൽ തന്നെയാണ് നല്ലത്. എന്നാൽ കുളിയുടെ അവസരത്തിൽ നിനക്ക് നഗ്നനായി കുളിക്കുന്നത് ഒരു തെറ്റല്ല, ഒരു കുറ്റമല്ല, അങ്ങനെ ചെയ്യാം. എന്നാൽ ഇങ്ങനെ മറച്ചുകൊണ്ട് കുളിക്കലാണ് ഉത്തമം എന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്.